നമ്മളിന്ന് വാഴക്കൂമ്പും ഈ വെള്ളപ്പയറും കൂടെയാണ് ഉപ്പേരി വയ്ക്കുന്നത്. വെള്ളപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അത് വേവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇത് നുറുക്കിയെടുക്കണം. ഇതിന് ഞങ്ങൾ ഇവിടേക്ക് വാഴാമാണി എന്നാണ് പറയുക. നമുക്കിതിൻ്റെ മുകളിലത്തെ 3-4 ഈ പോളയൊക്കെ കളയണം, എന്നിട്ട് എടുക്കുകയുള്ളൂ. ഇത് നുറുക്കിയിട്ട് വരാം. ഇതിൻ്റെ മുകളിലത്തെ 2-3 പോളയൊക്കെ മാറ്റിയെണ്ണു. ഇത് നുറുക്കിയിട്ട് വരാം. നമുക്കിതിനി വെന്തോന്ന് നോക്കാം. അപ്പോൾ ആ എണ്ണ ചീനച്ചട്ടിക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുകിട്ട് കൊടുക്കുക. കടുകിട്ട് കൊടുക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടി ചതച്ചതാണ് ഇതിട്ട് കൊടുക്കുക. നമുക്കിതിട്ട് കൊടുക്കാം. ഇതിൽ 2 പച്ചമുളകുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പയർ വേവിച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി ഇത് ആവട്ടെ. ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ നമുക്ക് അപ്പം ഇട്ട് കൊടുക്കാം. നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി വെക്കാം. നമുക്കൊന്നും കൂടെ അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം ആയിരുന്നു. നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിലത്തെ നീര് വലിയട്ടെ. ഇതിലേക്ക് നമുക്ക് തേങ്ങ വണച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കണില്ല. നമുക്കിത് ആയണം. ഇത് ഓഫാക്കാം. ഇതിൽ നമ്മൾ വെള്ളപ്പയറിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെ ആവും. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.